ഹായ് ഗായ്സ്, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് കുറച്ച് ദിവസം മുന്നേ വന്ന നമ്മളെ ഒരു ബാക്ക് ഗൈസ്. നമ്മളെ ഈ ബാക്കിൽ നമുക്ക് ഒരാളെ ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകണം ഇതിൽ ആരെടുക്കണം ബെസ്റ്റാണ് ഗൈസ് നമ്മൾ നോക്കാൻ പോകണം. നാഷണൽ ടീമിൻ്റെ ഷോർട്ട് ടൈം പാക്കാണ് ഗൈസ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയർ നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ ആരെടുക്കണം ആരെ ബെസ്റ്റ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതായാലും ഒരാളെടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് സി എഫിനെ എങ്ങനെയാണ് നോക്കുക ഗൈസ്. നമുക്ക് സി എഫിൻ്റെ പെർഫോമൻസ് നമുക്ക് എന്താണെന്ന് അറിയില്ല, നമുക്ക് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവുക ഗൈസ്. പക്ഷേ സ്റ്റാറ്റ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാറ്റുള്ളൂ. ഡബിൾ ബൂസ്റ്ററാണ്, അപ്പോൾ നമുക്ക് ഒന്നുകൂടി കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് സി ബി ആണ് ഗൈസ്. ഈ സി ബി നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ എടുക്കേണ്ടെന്നാണ് ഗൈസിൻ്റെ അഭിപ്രായം. അത് കുറേ സി ബി ഉണ്ട് ബെസ്റ്റ്. ഇപ്പോൾ ഇതിനെടുത്താൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അത് നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഇത് എടുക്കണമെന്നാണ്. പിന്നെ ഗൈസ് നമുക്ക് വരുന്നത് എഡ്ജ് ക്രോസിംഗ് ഉള്ള ഗ്യാൻബീൻ്റെ കാർഡാണ് ഗൈസ്. ഇത് ഗൈസ് അത്യാവശ്യം വൃത്തി കാർഡാണ്. ഇത് നിങ്ങളോട് ഞാൻ പറയാം, എടുക്കാൻ ഞാൻ പറയുള്ളൂ ഗൈസ്. ഇത് ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് ഗൈസ്. നമുക്ക് എഡ്ജ് ക്രോസിംഗ് ആണ് അതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡും ആക്സിലേഷനൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വിങ്ങിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാവുന്നതാണ്. ക്രോസൊക്കെ ചെയ്ത് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്, എഡ്ജ് ക്രോസിംഗ് പവറും ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് വിങ്ങിലൂടെ ക്രോസൊക്കെ ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ്. ഔട്ട് വൈഡുള്ള മാനേജർമാർ ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് ഒന്നുകൂടി വൃത്തിയാവും. പിന്നെ നമുക്ക് ഗൈസ് നമുക്ക് DMF ആണ്. പിന്നെ ഇത് നിങ്ങൾ എടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്ത് തരുന്ന സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന നമുക്ക് ഒരു കാർഡാണിത്. പക്ഷേ നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് എടുത്തോളൂ, ഇത് വൃത്തിയാണ്. പിന്നെ കുഴപ്പമില്ല. ഡബിൾ ബൂസ്റ്ററൊക്കെ വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഇമ്പാക്റ്റ് നമുക്ക് ഗെയിമിൽ കിട്ടും. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഗൈസ് ഈ CF ആണ്. ഈ CFൻ്റെ അഭിപ്രായത്തിൽ CF എടുക്കേണ്ടതെന്നാണ് ഗൈസ്. ഇത് വല്ലാണ്ട് പോരാ ഗൈസ്. ഈ CF ഡബിൾ ബൂസ്റ്റർ ഇട്ടാലും ഗൈസ് എല്ലാം എടുക്കണ്ടെന്നാണ് ഗൈസിൻ്റെ അഭിപ്രായം. നിങ്ങൾ എടുക്കാൻ വിചാരിച്ച കാർഡ് നല്ലത് നോക്കി എന്തായാലും എടുക്കാം. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് എൻ്റെ ഒരു ഞാൻ പറയുകയാണ് ഗൈസ്, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്യാൻബീൻ എടുക്കുക ഗൈസ്. എഡ്ജ് ക്രോസിംഗ് ഉള്ള ഗ്യാൻബീൻ എടുക്കുക. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ഗൈസ് ഈ ഗ്യാൻബി ആണ്. പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറയുകയാണ് ഗൈസ് ഈ DMF ആണ്. ഈ DMF എടുക്കുകയാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫൻസിന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് ആ ഡിഫൻസ് ഈ കാർഡ് എടുക്കുകയാണെങ്കിൽ. പിന്നെ ഗൈസ് തേർഡ് ഞാൻ പറയുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇതാണ് ഈ CF ആണ്. കോളോ ആനിയ ഗൈസ് ഞാൻ പറഞ്ഞത്. തേർഡ് ഞാൻ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഗൈസ് ഈ CF ആണ്. പിന്നെ ഫോർത്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ CB ആണ് ഗൈസ്. ഈ CB ഗൈസ് CB ഞാൻ ഫോർത്ത് കൊടുക്കുക കാരണം ഗൈസ് അത്യാവശ്യം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഗൈസ് ഞാൻ ഫോർത്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫിഫ്ത്ത് നമുക്ക് ആരാ നോക്കാം. ഫിഫ്ത്ത് നമുക്ക് ഗൈസ് നമുക്ക് ഈ CF ആണ്. ഈ CF ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഡമ്മി റണ്ണറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് വലിയ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഫിഫ്ത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്യാൻബിക്കാണ്. പിന്നെ ഗൈസ് നമ്മൾ കൊടുത്ത ഈ DMF ആണ്. പിന്നെ ഗൈസ് തേർഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ CF ആണ്. ഇത് ഗൈസ് ഒരു ഗോൾ പോലത്തെ കാർഡാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അതാണ് ഗൈസ് തേർഡ് കൊടുത്തത്. പിന്നെ നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ CB ആണ്. പിന്നെ ഗൈസ് നമ്മൾ ഫിഫ്ത്ത് കൊടുത്ത് നമ്മൾ CF ആണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെടുക്കാൻ കഴിച്ചുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും എടുക്കാൻ ചാൻസ് കൂടുതൽ ഈ എഡ്ജ് ക്രോസിംഗ് ഉള്ള ഈ ഗ്യാൻബീനായിരിക്കും. എനിക്ക് അത് അത്യാവശ്യം വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാർഡിൽ. നമുക്ക് നിങ്ങൾക്ക് ഏതെടുക്കണം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾറെഡി സെറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാൻ ബൈ.